ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരു ലാപ്ടോപ്പ് ഡിസ്പ്ലേയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ചാണ്. ഇത് തികച്ചും വൈറസ് ഉപയോഗിക്കാതെ വയർലെസ്ലിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാസ്റ്റിംഗ് വഴി നമുക്ക് ഗെയിം കളിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലെ യൂട്യൂബ് വീഡിയോസ് എല്ലാം നമുക്ക് ലാപ്പിൽ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിനകത്ത് ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ആ ഐക്കണിൽ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ സൈഡ് ബാർ വരും. അതിനകത്ത് കണക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കണക്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെയായിട്ട് പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ പുതിയ വിൻഡോയിൽ പ്രൊജക്റ്റിംഗ് ടു ദിസ് PC എന്ന് പറഞ്ഞൊരു പുതിയ വിൻഡോ വരും. അതിനകത്ത് 3 ഓപ്ഷൻ കാണാം. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിൽ അവൈലബിൾ എവരിവെയർ കൊടുക്കുക, സെക്കൻഡ് ഓപ്ഷനിൽ ഫസ്റ്റ് ടൈം ഓളി കൊടുക്കുക, അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനിൽ നെവർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം ലോഞ്ച് ദ കണക്റ്റ് ആപ്പ് ടു പ്രൊജക്റ്റ് ടു ദ PC എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയി വരും. ഈ വിൻഡോ ആണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള വിൻഡോ. നമുക്ക് ഇതല്ലാതെ വേറൊരു സിമ്പിൾ മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്റ്റാർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ഓപ്ഷനിൽ നിന്ന് കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തപ്പുക. കണക്റ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്നെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യാത്ത കണക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഈ കണക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആ കാസ്റ്റിംഗ് സ്ക്രീനിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ലാപ്ടോപ്പിൽ ഇത്രയാണ് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ സെറ്റിങ്സ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. മൊബൈലിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വൈഫൈ ഓൺ ആണോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. വൈഫൈ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് ഓൺ ആക്കിയ ശേഷം സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പല പേരിലായിരിക്കും കാണുന്നത്. ചില ഫോണിൽ കാസ്റ്റിംഗ് എന്നോ അല്ലെങ്കിൽ മിററിംഗ് എന്നൊക്കെ പറഞ്ഞ് ഈ പേര് കാണാറുണ്ട്. ഇനി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ സ്ക്രീൻ കാസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ എഡിറ്റ് ചെയ്തിട്ട് സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിന്നും നമുക്ക് ഈ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളത്. അതിന് ഫോണിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് മുകളിലത്തെ സെർച്ച് ഓപ്ഷനിൽ സ്ക്രീൻ കാസ്റ്റിംഗ് അല്ലെങ്കിൽ മിററിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ സ്ക്രീൻ കാസ്റ്റ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സ്ക്രീൻ കാസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് എത്തും. ആ വിൻഡോയിൽ നിന്ന് സ്ക്രീൻ കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കി ഇടുക. നമുക്കത് ഓൺ ആക്കി ഓഫ് ആക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൺ ആക്കി ഇടുക. ഓൺ ആക്കി ഇട്ടതിൻ്റെ ശേഷം നമ്മുടെ താഴെ അവൈലബിൾ ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം. ഈ അവൈലബിൾ ഡിവൈസസിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പേരുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്കിന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ലാപ്ടോപ്പിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന സാധിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സ്ക്രീൻ കാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.